തിരുവനന്തപുരം നെടുമങ്ങാട്ടെ ഒരു വയസ്സുകാരന്റെ മരണം കൊലപാതകമെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. സ്ഥിരമായ മർദ്ദനമാണ് മരണകാരണമെന്ന് റിപ്പോർട്ടിൽ. അമ്മയെയും രണ്ടാനച്ഛനെയും ചോദ്യം ചെയ്യുന്നു. ആഷിഖ് വിവരങ്ങളുമായി ചേരുകയാണ്. ആഷിഖ്, എന്താണിപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്? സ്വാതി, കഴിഞ്ഞ ദിവസമാണ് ഈ അർഷിദിനെ ഈ കുട്ടിക്ക് ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ഈ ചെറിയ അസ്വാഭാവികത പ്രകടിപ്പിച്ചതിനെ തുടർന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയ സമയത്ത് മരിച്ചത്. തുടർന്ന് ഈ മരണത്തിൽ ചില ആരോപണങ്ങൾ ബന്ധുക്കൾ തന്നെ ഉയർത്തിയിരുന്നു. ഏറ്റവും പ്രധാനം ഈ കുട്ടിയുടെ രണ്ടാനച്ഛൻ ഈ കുട്ടിയെ സ്ഥിരമായി ഉപദ്രവിക്കാറുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു മാസം മുമ്പ് ഈ കുട്ടിയുടെ കൈ ഒടിച്ചിരുന്നു. ഈ അച്ഛന് സ്ഥിരമായി മർദ്ദിക്കാറുണ്ടെന്നും ഈ അമ്മ വേണ്ട വിധം ഈ കുട്ടിയെ നോക്കാറില്ലെന്നടക്കമുള്ള പരാതികൾ ബന്ധുക്കൾ ഉന്നയിച്ചിട്ടുണ്ട്. കാരണം ഈ നിലവിൽ ഈ പരിക്കേറ്റതടക്കം ഈ കുട്ടിക്ക് നേരത്തെ ഈ രണ്ടാനച്ഛൻ ഉപദ്രവിച്ചതാണെന്നുള്ളതാണ് ഇപ്പോൾ ബന്ധുക്കൾ പരാതി ഉയർത്തുന്നത്. ഇതിനോട് ചേർന്ന് നിൽക്കുന്നതാണ് ഇപ്പോൾ പ്രാഥമികമായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പുറത്തു വന്ന കാര്യങ്ങളും. കാരണം ആന്തരിക അവയവങ്ങളിൽ നിന്ന് വന്നുള്ള രക്തസ്രാവം അടക്കം മുൻപ് ഉപദ്രവിച്ചതിൽ നിന്ന് വന്നതാണെന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും പുറത്തു വന്നിരിക്കുന്നത്. ഇത് ഈ രണ്ടാനച്ഛൻ ഉപദ്രവിച്ചു എന്നുള്ള ബന്ധുക്കളുടെ മൊഴി സ്ഥിരീകരിക്കുന്ന തരത്തിലാണ് വന്നിട്ടുള്ളത്. ഒരു 1.5 വയസ്സുള്ള അർഷിദാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. മരിച്ചത് കഴിഞ്ഞ ദിവസമായിരുന്നു. ഇത്തരത്തിൽ ഭക്ഷണം കഴിക്കുന്നതിനിടെ ഈ കുട്ടിക്ക് ഒരു ഛർദി അനുഭവപ്പെടുന്നത്. തുടർന്ന് അവിടെ ആശുപത്രിയിൽ കൊണ്ടുപോയെങ്കിൽ മെസ്സേജ് ആശുപത്രിയിൽ കൊണ്ടുപോയെങ്കിൽ പോലും മരണപ്പെടുകയായിരുന്നു. തുടർന്നാണ് ഈ കുടുംബം ഈ രണ്ടാം ഭർത്താവിനെതിരെ ഒരു ആരോപണം ഉന്നയിക്കുന്നത്. അമ്മയും ഇതേ സമയം സംശയിക്കുന്നു. പക്ഷേ അമ്മ നിലവിൽ അവിടെ ആ സമയത്ത് കുട്ടി മരിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. അമ്മ ഈ തമിഴ്നാട്ടിൽ ഒരു ഡാൻസ് പരിപാടിയും ബന്ധപ്പെട്ട് പോയതായിരുന്നു. പക്ഷേ രണ്ടാനച്ഛനായിരുന്നു ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നത്. പക്ഷേ ഈ അമ്മയും സംശയമുണ്ട് എന്നുള്ള കാര്യമാണ് കുടുംബം പറയുന്നത്. അതിന് ഏറ്റവും പ്രധാനം ഈ അമ്മ വേണ്ട വിധം ഈ കുട്ടിയെ പരിഗണിച്ചില്ല എന്നൊരു കാര്യം കൂടി ബന്ധുക്കൾ പറയുന്നുണ്ട്. എന്തായാലും ഏറ്റവും പ്രധാനം പ്രാഥമികമായി തന്നെ ഈ അച്ഛനിലേക്കാണ് രണ്ടാനച്ഛനിലേക്കാണ് സംശയം നീളുന്നത്. കാരണം ഒരു മാസം മുമ്പ് ഈ കുട്ടിയെ ഇയാൾ രണ്ടാനച്ഛനെ ഉപദ്രവിക്കുകയും ശേഷം ആ കുട്ടിയുടെ കൈ ഒടിഞ്ഞ് അടക്കമുള്ള കാര്യങ്ങൾ ബന്ധുക്കൾ പരാതിയായി പറയുന്നു. ഇതിനോട് സ്ഥിരീകരിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടുവച്ച കാര്യങ്ങൾ. അതിൽ ഈ ആന്തരിക രക്തസ്രാവം അടക്കം വന്നത് മുൻപ് ഉപദ്രവിച്ചതിൽ നിന്നാണ് അടക്കമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇത് രണ്ടാനച്ഛനെ ഉപദ്രവിച്ചു എന്നുള്ളത് സ്ഥിരീകരിക്കുകയാണ്. എന്തായാലും പോലീസ് ഇപ്പോൾ ഇവർ രണ്ടുപേരെയും ചോദ്യം ചെയ്യുന്നുണ്ട്. കാരണം എന്താണ് ഇങ്ങനെ ഇത്തരത്തിലൊരു കൊലപാതകത്തിൽ നയിച്ചതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ, അതുപോലെ കൂടുതൽ തെളിവുകൾ, കുട്ടിയെ ആക്രമിച്ചതിൻ്റെ അടക്കം കൂടുതൽ കാര്യങ്ങൾ അമ്മയോടും അച്ഛനോടും ചോദിച്ച് വരികയാണ്. നെടുമങ്ങാട് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ചോദ്യം ചെയ്യുന്നതായി മനസ്സിലാക്കുന്നത്. എന്തായാലും വലിയൊരു ക്രൂരതയാണ്. ഒരു വയസ്സും അതുപോലെ 7 മാസവും മാത്രം പ്രായമാണ് ഈ കുട്ടിക്കുള്ളത്. എന്തായാലും വലിയ ദാരുണമായ ഒരു സംഭവമാണ്. ഒരു കുട്ടിയുടെ ജീവൻ അതും സ്വന്തം രണ്ടാനച്ഛൻ്റെ ഉപദ്രവത്തിലൂടെ നഷ്ടപ്പെട്ടിരിക്കുന്നത്. എന്തായാലും കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. പ്രാഥമികമായ വിവരങ്ങളാണ് നമ്മളിപ്പോൾ പോലീസിൽ നിന്നും അതുപോലെ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്നും നമ്മൾ അറിയിക്കുന്നത്. കുട്ടിയെ ഈ രണ്ടാനച്ഛൻ സ്ഥിരമായി ഉപദ്രവിച്ചിരുന്നു. ആ ഉപദ്രവത്തിലൂടെയാണ് കുട്ടി മരിച്ചത് എന്നുള്ള കാര്യം എന്തായാലും പുറത്തു വരുന്നുണ്ട്. ഈ കുട്ടി ഭക്ഷണം കഴിച്ചപ്പോൾ ചില ഛർദ്ദി അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് ഇന്നലെ ആശുപത്രിയിൽ കൊണ്ടുപോയത്. പക്ഷേ ആശുപത്രി അധികൃതർക്ക് അടക്കം സംശയമുണ്ടായിരുന്നു. തുടർന്നാണ് ഈ പോസ്റ്റ്മോർട്ടത്തിലേക്ക് അടക്കം കടക്കുകയും ഈ ഒരു മരണം ഇത്തരത്തിൽ കൊലപാതകം എന്നടക്കമുള്ള സംശയങ്ങൾ പുറത്തു വരികയും അത് സ്ഥിരീകരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഉണ്ടായത്. എന്തായാലും പോലീസിന്റെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. ഇതിൽ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സ്വാതി.